ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനെൻ നാഥൻ്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങളെ നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ശ്രീ കർത്താവെ, ശ്രീ ടീച്ചറിൻ്റെതായുള്ള കഴിഞ്ഞകാല ജീവിതത്തിലെ ധന്യമായിട്ട് ജീവിതത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങളെ നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും 52 സംവത്സരക്കാലം ഈ ലോകത്തിൽ ജീവിച്ചു. കർത്താവെ അവിടുന്ന് വിളിച്ചു, വേർതിരിച്ചു. അവിടുത്തെ കർത്താവെ സന്നിധാനത്തിൽ വിശ്രമിക്കുന്ന അവിടുത്തെ പൊന്നു സ്നേഹത്തിനായിട്ട് നന്ദിയോടെ ഇതിനെ സ്തുതിക്കുന്നു. നല്ലപോലെ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടത്തിന് വേണ്ടി കർത്താവെ നിന്റെ സന്നിധാനത്തിലായിരിക്കുന്നതിനായിട്ട് നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, ഇതൊക്കെ ഒരു താൽക്കാലികമാകുന്ന കൈപ്പറ്റിയ അനുഭവം എന്നിരുന്നാലും ഇതെല്ലാം അപ്പുറമായിട്ട് ഒരു മാധുര്യമുള്ള ദിവസം ഞങ്ങൾക്കുള്ളതുകൊണ്ട് നന്ദിയോടെ ഞങ്ങളെ അങ്ങനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഇന്ന് മോർച്ചറിയിൽ ഞങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി വഴിയാത്രയിലൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ.
ശുശ്രൂഷയിലൊക്കെയും കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. കാലാവസ്ഥയൊക്കെയും ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഇതുപോലെ ഒരു ദിവസം കർത്താവെ നീ ഞങ്ങളെ വിളിക്കും. അത് നല്ലതുപോലെ മനസ്സിലാക്കുവാൻ പറ്റുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി തരുമെന്ന് ഞങ്ങൾക്ക് ധന്യമായ ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ വരുവാൻ ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നേടിയാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ വിചാരിക്കുന്നു. കൃപയോടെ കേൾക്കണമെന്ന് ഞാൻ വാഴുമെന്ന് ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്, കൂടാരമാകുന്നയും ഭവനം വിട്ടകന്നാലെനിക്കേറെ ഭാഗ്യം. കൈകളാൽ തീർക്കാത്ത മോക്ഷവീട്ടിൽ വേഗമായി തങ്ങു ചെന്നു ചേരും. ഉണ്ടെനിക്കായൊരു മോക്ഷവീട്, ഇന്ദ്രകന്നു ഞാൻ വാഴുമെന്ന് കർത്തനേശു തന്റെ പൊൻകരത്താൽ ചേർത്തിടുമായതിലെന്നെയങ്ങ്. ഒട്ടുനാൾ കണ്ണുനീർ പേട്ടതെല്ലാം പെട്ടെന്നു നീങ്ങിടുമേ തിട്ടമായി. ഉണ്ടെനിക്കായൊരു മോക്ഷവീട്, ഇന്തലകന്നു ഞാൻ രോഗം ദുഃഖം പീഡയൊന്നുമില്ല, ദാഹം വിശപ്പുമങ്ങോട്ടുമില്ല. ഉണ്ടെനിക്കായൊരു മോക്ഷവീട്, ഇന്തലകന്നു ഞാൻ വാഴുമങ്ങ്.
സാക്ഷ്യം ജീവിതത്തിൽ പ്രാവർത്തികമാകുമെന്നുള്ള പ്രയാസമുള്ള അതിനെക്കൊണ്ടും യാതൊരു ദോഷവും പറയാതെ ദൈവത്തെ അർത്ഥവക്കാരം സമർപ്പിച്ച മാലിന്യമേൽക്കാത്ത സ്ത്രീത്വത്തിൻ്റെ ഉടമയാണ്. തൻ്റെ ശാന്തമായിട്ടുള്ള ജീവിതശൈലി, കുഞ്ഞുങ്ങളുള്ളതായിട്ടൊരു മാറ്റങ്ങൾ, മാതാപിതാക്കന്മാരോടുള്ള അളവറ്റ സ്നേഹം, സഹോദരങ്ങളോടുള്ള കരുതലും, ദേശത്തുള്ള വിശ്വസ്തത, ഇതെല്ലാം കൈമുതലായിട്ടുണ്ടായിരുന്ന പ്രിയപ്പെട്ട ഒരുപാടിൽ മാനുഷികമായിട്ടുള്ള ദുഃഖമുണ്ടെങ്കിലും ആത്മീയമായിട്ടുള്ള സന്തോഷം നമുക്കുണ്ട്. ഈ വീടിൻ്റെ മുമ്പിലുള്ള തോട്ടിലാണ് കന്നുകാലികളെ കുളിപ്പിക്കാനുമൊക്കെ വരുന്നതും ഇടപെടുന്നതും. പ്രിയപ്പെട്ട മത്താച്ചനോടും കുടുംബത്തോടും മറ്റു പ്രിയപ്പെട്ട എല്ലാവരോടും ആഴമായിട്ടുള്ള സ്നേഹവും ബന്ധവും പുലർത്താനായിട്ട് സാധിക്കും. ചുറ്റുപാടുകളിൽ ആരെക്കൊണ്ട് ഒരു വാക്കുകളിലും ദോഷം പറയാത്ത നിലയിൽ ജീവിതത്തിൻ്റെ ഒരു ശൈലി രൂപീകരിച്ച ഒരു സാധനം ഞാൻ സാരമായി കണ്ടതിന് ശേഷം എൻ്റെ സങ്കടവും എൻ്റെ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നതിനായിട്ട് ഞാൻ കടന്നു വന്നതാണ്. ഈ കുടുംബത്തിലെ പ്രിയപ്പെട്ട ദേവി ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. വളരെ സ്നേഹിതന്മാരായിരുന്നു. ആന്തരികമായി ഇളയ ഒരു സഹോദരി എൻ്റെ സഹപാഠിയാണ്. എല്ലാ പെൺമക്കളും ദേശത്ത് പാടത്ത് വളരെ വിശ്വസ്തതയെ ആചരിച്ചവരാണ്. ആൺമക്കളും വിശ്വസ്തതയെ ആചരിച്ചത് നീതിമാന്റെ സന്തതി എന്ന് പറയത്തക്ക നിലയിൽ നീതിമാന്റെ സന്തതി എന്ന് പറയത്തക്ക നിലയിൽ ഐശ്വര്യവും സമ്പത്തും അനുഭവിച്ചത് തലമുറകൾ സാരവും താല്പര്യവുമായിട്ടൊക്കെ തിളങ്ങുന്ന ഒരു നക്ഷത്രമായിരുന്നു. ആയിരമായിട്ട് വിശുദ്ധമതികളോടുകൂടെ നിൽക്കുന്ന അവസരത്തിൽ മുൻനിരയിൽ നിൽക്കുവാൻ ഈ പ്രിയപ്പെട്ടവർക്ക് സാധിക്കുമെന്ന് ഉറപ്പുണ്ട്, ധൈര്യമുണ്ട്. ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പ്രയാസമാണോ ഇടവഴിയെല്ലാം വീണ്ടും കാണാമെന്നുള്ള ഉറപ്പോടുകൂടി ഈ മൃതശരീരത്തിന് മുമ്പിൽ എൻ്റെ തലവേദന ഉണങ്ങുകയും സാരലാവിധമായിട്ടുള്ള ഈ യാത്രയിൽ ജയമംഗളത്തിൻ്റെ മംഗളാശംസകൾ ആശംസിച്ചുകൊണ്ടും നേർന്നുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള ഉറപ്പോടുകൂടി യാത്ര പ്രവാനായിട്ടുള്ള അവസരം ഞാൻ അനുഭവിക്കുന്നു. ഈ ധന്യമായ ഒരു ജീവിതം, പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ ജീവിതം പ്രയാസമുള്ളത്, ഇതെല്ലാം സഹിച്ചും ക്ഷമിച്ചും പുറത്തും സഹോദരിമാരെയും സഹോദരന്മാരെയും ഉച്ച അനുജന്മാരെയും അനുജന്മാരെയും ദേശത്തിലവരെയും സ്നേഹിച്ച് മെഴുകുതിരിയെ പോലെ എരിഞ്ഞ് അടിഞ്ഞ ഈ ഒരു ദീപം ദൈവസന്നിധിയിൽ പ്രകാശിക്കട്ടെ, പ്രകാശിക്കുമെന്നുള്ള ഉറപ്പുണ്ട്, പ്രത്യാശയുണ്ട്. വീണ്ടും കാണാൻ നമ്മുടെ നിലവിലെ മുഖമാണ്. ദൈവമായ കർത്താവേ, മരിച്ചവരും അന്ന് തന്നെ ഒരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. രാജ്യങ്ങളോട് ശേഷിക്കുന്ന നാം ദൈവത്തെ സ്തുതിക്കും. ഈ പ്രിയപ്പെട്ട സാറിൻ്റെ ജീവിതം 88 സംവത്സരം ഈ പ്രദേശത്ത് ജീവിച്ചു.
സ്വദേശത്ത് ജീവിച്ച് തന്നെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും നല്ലൊരു അധ്യാപികയെ, നല്ലൊരു സഹോദരിയെ, നല്ലൊരു സ്നേഹിതയായി ജീവിച്ചു. ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായും ശാന്തമായും പങ്കെടുത്തു. ആരെക്കൊണ്ട് ഒന്നും പറയിക്കാൻ കഴിയില്ലാത്തതിനെയും തൻ്റെ കരികാത്തം കാത്തു സൂക്ഷിച്ചു. പരിപാലനമായ ജീവിതത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ തലകളെ വഴക്കുന്നു. ഈ വേർപാടുകൾക്ക് ദുഃഖമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ കാണാമെന്നുള്ള പ്രത്യാശയോട് നിന്റെ മകളെ യാത്രയിക്കാനിടയാക്കുന്നത്. കുറഞ്ഞ ശുശ്രൂഷകളിൽ എല്ലാവിധമായിട്ടുള്ള ബന്ധവും നൽകലും കൊടുക്കുകയും വേർപാട് ദുഃഖിക്കുന്നതിന് മക്കളുടെ കണ്ണിൽ അതിൻ്റെ തുടങ്ങുകയും ചെയ്യുന്നു. വനിതവരും സൗഹൃദവും ഈ ധന്യമായ ജീവിതത്തിൻ്റെ മാതൃക അംഗീകരിക്കാനായി ഇടയാക്കിയിരിക്കുന്നത്. കലങ്കരും സന്തോഷമാരുടെ എരിഞ്ഞ് ചോദിച്ച, പ്രകാശിച്ച, അതേസമയത്ത് ശാന്തമായി ജീവിച്ച, അനേക സ്ത്രീ രംഗങ്ങൾക്ക് മാതൃകയായി ജീവിച്ച, അനേക വിദ്യാർത്ഥികൾക്ക് നല്ലൊരു വിഭൂതിയായിരുന്ന, സഹോദരന്മാർക്കും സഹോദരികൾക്കും നല്ലൊരു ബന്ധുവായിരുന്നു, നല്ലൊരു അയൽപക്കക്കാരിയായിരുന്നു. ഇവരുടെ വേർപാടുകൾക്ക് ദുഃഖമുണ്ട്. അവരുടെ ജീവിതത്തിലെ അന്ത്യസമയത്തിൻ്റെ കരങ്ങളിലായിരുന്നതുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് എന്നെ വളരെ യാത്രയിപ്പാനായിട്ടുള്ള ശുശ്രൂഷയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയോടെ കേൾക്കുവാനാകേണ്ടത് പിതാവായ ദൈവത്തിന്റെ നമ്മോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും പ്രത്യേകമായി പ്രിയസാറിൻ്റെ വേർപാടിൽ മാനുഷികമായി ദുഃഖത്തോടുകൂടി ഇരിക്കുന്നു. നിന്റെ മക്കളോട് പ്രത്യാശയുടെ കാണാവുന്ന ഉറപ്പോടുകൂടെ കാത്തിരിക്കുന്ന കഴിയുന്നതോടുകൂടെ അവരുടെ എല്ലാ ശുശ്രൂഷകളോടുകൂടെ ഇപ്പോഴത്തെ ദൈവത്തിനും ഉണ്ടായിരിക്കുമാറാകട്ടെ. സ്നേഹദാനത്തിനും വീഴ്ചയെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും. വേഗം നാം ചേർന്നിടും.
ആ ടീച്ചറുമായി വളരെ ചെറുപ്രായം മുതൽ തന്നെ എനിക്കൊരു ബന്ധമുണ്ട്. അപ്പോൾ കാണുന്ന അവസരങ്ങളിലും ഒക്കെയും വളരെയധികമായിട്ട് സ്നേഹത്തോടും വളരെ താല്പര്യത്തോടും കൂടെ കാര്യാദികളൊക്കെ എന്നോട് ചോദിക്കുകയും അങ്ങനെ ഒരു പുത്രനിർവിശേഷമായിട്ടുള്ള ഒരു സ്നേഹം എനിക്ക് പകർന്നു തരികയും ചെയ്തു. ആ രോഗത്തിൻ്റെ അവസരം ആകുന്നത് വരെയും ഒരൊറ്റ ചൊവ്വാഴ്ച പോലും മുടക്കമില്ലാതെ സ്നേഹത്തെ പ്രാർത്ഥനയിൽ കടന്നു വരുവാൻ ഒരൊറ്റ അങ്ങനെ എനിക്ക് ചില നാളുകൾക്ക് മുമ്പ് പ്രിയ കുഞ്ഞുമിച്ചാൻ്റെ അടുത്തും ആദ്യം പറഞ്ഞു വിട്ടു ഞാൻ ഇവിടേക്കൊന്ന് വരണമെന്ന്. എനിക്ക് ആ കൃതിയുടെ ഇടയിൽ നിന്ന് ആ ആഴ്ചയിൽ എനിക്ക് ഒത്തില്ല. വീണ്ടും രണ്ടാമത് മാമയെ പറഞ്ഞു വിട്ടു നിർബന്ധമായിട്ടും വരണം. അപ്പം ഞാൻ വന്നു കഴിഞ്ഞായിട്ടുള്ള അവസരത്തിൽ എന്നോട് പറഞ്ഞു എൻ്റെ കൈവശം കുറച്ച് പുസ്തകങ്ങളുണ്ട്, ആ പുസ്തകങ്ങൾ തരാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആ പുസ്തകങ്ങളെല്ലാം കൂടെ ഇവിടുന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോയി. ഏതാണ്ട് 100ഓളം ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആ പുസ്തകങ്ങൾ കൂടാതെ നവജീവോദയത്തിൻ്റെ വർഷങ്ങളായിട്ട് ഒരുപക്ഷെ ഇന്ന് നവജീവോദയത്തിൻ്റെ പ്രസിദ്ധീകരണശാലയിൽ പോലും കിട്ടാൻ ദുർലഭമായിട്ടുള്ള ചില കോപ്പികൾ, അങ്ങനെയുള്ള ചില മാഗസിൻസിലുള്ള വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഒരു പേജ് പോലും മടങ്ങാതെ വളരെ കാര്യമായിട്ടൊക്കെ സൂക്ഷിച്ചിരുന്ന. അപ്പോൾ അതെല്ലാം എൻ്റെ കൈവശം ഏൽപ്പിച്ചു. ഇപ്പോൾ ഞങ്ങളിവിടെ നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരു വോയിസ് ഹോം പ്രാർത്ഥനയോടുകൂടെ ചേർന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലൈബ്രറി ആരംഭിക്കുന്ന അവസരത്തിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ലൈബ്രറിക്ക് ഞങ്ങൾ ടീച്ചറുടെ പേരിലാണ് ആ ലൈബ്രറി അറിയപ്പെടാനായിട്ടിടയായി. നല്ലത് വളരെ സങ്കടത്തോടുകൂടിയാണ് 31-ാം തീയതി അതിൻ്റെ സമർപ്പണം നടത്തുമ്പോൾ മെമ്മോറിയൽ എന്ന് ചേർക്കാനായിട്ട് ഇടവന്നത്. വളരെ ദുഃഖത്തോടുകൂടിയാണ്. എങ്കിലും ടീച്ചർ ഇന്ന് താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലാണ്. എന്നാൽ കാലങ്ങളോളം ഈ ഒരു പ്രസ്ഥാനത്തിൽ കൂടെ തന്നെ താൻ കൊടുത്തിട്ടുള്ള പുസ്തകങ്ങൾ അനേകം വായിക്കുകയും അതിൻ്റെ ഉള്ളിൽ കൂടെ ദൈവത്തെ കണ്ടെത്തുകയും ചെയ്യുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും പറ്റുവാൻ ഈ പ്രിയ കർത്തദാസി ദൈവസന്നിധിയിൽ ഉണ്ടാകുക എന്നുള്ളതിനേക്കാൾ വേഗതയിൽ നെയ്ത്തടത്തിൽ അതല്ലെങ്കിൽ നെയ്യുന്നതായിട്ടുള്ള തടിപ്പിൻ്റെ അടിപ്പ് പോലെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എന്ന് പറയുന്നതായിട്ടുള്ളൊരു അവസരമുണ്ട്. എന്നാൽ നമുക്ക് വളരെ പ്രാഗൽഭ്യത്തോടുകൂടെ പറയാനായിട്ട് സാധിക്കും. നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഒരു അധ്യാപികയായിട്ട് പ്രവർത്തിച്ച അവസരങ്ങളിലൊക്കെ ശാരീരികമായിട്ടുള്ള വളരെ പ്രയാസങ്ങളുണ്ടെന്ന് വരികയും അതിനെ ഒന്നും വകവെക്കാതെ സ്കൂളുകളിലേക്ക് കടന്നു പോവുകയും തികഞ്ഞ ക്രിസ്തീയ സാക്ഷ്യത്തോടെ ഒരു എതിരാളിക്ക് പോലും ഒരു അപവാദത്തിൻ്റെ ഒരു കാര്യങ്ങളും പോലും പറയാൻ പറ്റാതെ വണ്ണം തികഞ്ഞ സാക്ഷ്യത്തോടുകൂടെ ജീവിച്ചതായിട്ടുള്ള ഒരു കർത്തദാസിയാണ്. ഇതിൻ്റെ വേർപാടിൻ്റെ അല്ലെങ്കിൽ അവസാന സന്ദർഭങ്ങളിലേക്കാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. ഇതിൻ്റെ കവിതയ്ക്കകത്ത് ലോകമേ യാത്ര എന്നുള്ള കവിതയ്ക്കകത്ത് അവരൊരിക്കൽ ഇപ്രകാരം പറഞ്ഞു, പുറക്കയിൽ എനിക്ക് വേണ്ടി മേലിൽ ഈ കവാടം എന്നെ തറയ്ക്കകത്ത് ദീപം തെളിച്ചില്ല. അപ്പോൾ ഇനി ഒരിക്കലും കൊച്ചമ്മയ്ക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണമെന്ത് അല്ലെങ്കിൽ അതിൻ്റെ കാര്യാദികൾ എന്തെന്നൊന്നും തിരക്കുന്നതായിട്ടുള്ളൊരു അവസരമില്ല. ഓർമ്മിപ്പിക്കുന്നു. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ കടന്നു വന്നിട്ട് എല്ലാവരും ഈ വഴിയായിട്ട് കടന്നു പോകേണ്ടി വരാം. അങ്ങനെ പോകുന്നതായിട്ടുള്ള അവസരത്തിൽ അവരുടെ രക്ഷയെയും വിളിയെയും ഉറപ്പാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ഇന്നുവരെയും അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലെന്ന് വരികയും ഈ നല്ല ഒരു ക്രിസ്തീയ ശുശ്രൂഷയുടെ സമയത്ത് കർത്താവ് അതിനുള്ള അവസരം അങ്ങനെയുള്ളവർ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൂതസംഗമാകവേ എന്നെ ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങളുണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുൻപ് അനാദിയായും ശാശ്വതമായി നീ ഞങ്ങളുടെ ദൈവമാകുന്നു. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, സകല ആശ്വാസങ്ങളുടെ ഉറവിട ഉൽപ്പത്തി സ്ഥാനവുമായ അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഈ പകൽക്കാലം കടന്നു വരുന്നു. കഴിഞ്ഞ നാളുകളിൽ നിന്റെ ഗീതമനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം നിന്റെ ദാസിയെ നീ ബലപ്പെടുത്തി നിന്റെ ശബ്ദത്തിന്റെ ഉള്ളിൽ നിന്റെ സന്നിധിയിലേക്ക് നിന്റെ ദാസിയെ മടക്കി വരുത്തി. കർത്താവേ, ജീവിതത്തിന്റെ ഉള്ളിൽ മാനുഷികമായിട്ടുള്ള എല്ലാ വേദനകളും സങ്കടങ്ങളും ഉണ്ടെന്ന് വരികയും അതിനെയൊക്കെ മാറ്റിത്തരുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേലുള്ളത് കൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം കരുതുന്നു. നിന്റെ ഈ ഹൃദയമായി വേദന അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ചാച്ചക്കാർക്കായി സഹോദരങ്ങൾക്കായി ഒക്കെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തുറന്നു നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളിലും സാന്നിധ്യം ഉണ്ടാകണം. പ്രകൃതി ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണം കർത്താവേ. ഈ ഒരു ക്രിസ്തീയ സാക്ഷ്യം ഞങ്ങളുടെ അനേകരുടെ ജീവിതത്തിൽ പകർത്തുവാൻ തക്കവണ്ണം നീ തുടർന്ന് ഞങ്ങളെ ബലപ്പെടുത്തണം.
ലോകത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്കയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസൗഖ്യമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൽ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൽ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. ഉള്ളിലെനിക്കെന്തു സുഖം തേജസ്സേറും കേരുബീകൾ കൂടാരത്തിനകത്തുണ്ട്. ശേഖൈനായും ഉണ്ടവിടെ. ഭക്തന്മാരാം സഹോദര വിളക്കുപോൽ കൂടെയുണ്ട്. പ്രാർത്ഥനയിൽ ധൂപമുണ്ട്. മേശമേലെന്തപ്പമുണ്ട്. പ്രകാരത്തിലെന്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമവനത്രേ എന്നും എന്റെ രക്ഷയവൻ. ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വച്ചിട്ടുള്ള പിത്തള തൊട്ടിയുണ്ട്. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല. സകല അനുഗ്രഹങ്ങളുടെ ഉറവിടമായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ,
ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചറിൻ്റെ വേർപാടിൽ കർത്താവെ മുഖിച്ചും വിലപിച്ചിരിക്കുന്ന ഭവനത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങൾക്ക് കർത്താവെ നിന്നെ മുഖത്തേക്ക് നോക്കി വിളിപ്പാൻ തക്കവണ്ണം നീ ഒരു അവസരം തന്നതിനാൽ നിന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. കർത്താവെ നിങ്ങളുടെ സംഗീതവും ബലവുമാകുന്നു. ഘട്ടങ്ങളുടെ ഏറ്റവും അടുത്തുണി എവിടെ നിന്നാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം തരുവാൻ തക്കവണ്ണം നീ മതിയായ ദൈവമായ സ്തോത്രം ചെയ്യുന്നു. മണാൽ സകല പ്രത്യാശ ഞങ്ങൾ തന്നിരിക്കാൻ നിന്നോട് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കാണാവുന്ന പ്രത്യാശ ഞങ്ങളുടെ ഈ ലോകത്തിലുള്ള ജീവിതം നിലവിളിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഈ പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരി കർത്താവ് കർത്താവ് സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. 82 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിപ്പാൻ ദൈവമായ ശുശ്രൂഷകളൊക്കെയും ചെയ്യുവാൻ അധ്യാപക വൃത്തി നടത്തുവാനും ഒക്കെയും നിന്റെ മകളെ അവിടെ നിന്ന് സഹായിച്ചല്ലോ. അതോർത്ത് ഞങ്ങൾ സന്തോഷിക്കുകയാണ്. ഇപ്പോൾ നിന്റെ സന്നിധിയിൽ പ്രത്യാശയിൽ കർത്താവെ നിന്നോടുകൂടെ ആയിരിക്കാൻ ഞങ്ങൾ നിന്നെ മൗത്തപ്പെടുത്തുകയാണ്. ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ഞാൻ നിന്നെ കൈവിടുകയെന്ന് പറഞ്ഞ് ആശ്വസിച്ചായ ഒരു കർത്താവാണ് ഞങ്ങൾക്കുള്ളത്. അവൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാകിയ സ്തോത്രം തക്കവണ്ണം നിന്റെ ഭക്തന്മാരെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല ആശ്വാസം കൊണ്ട് നിറയ്ക്കണമേ. ഈ ഭവനത്തെ അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണമേ, ആശ്വാസം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സമാധാനം, സന്തോഷവും പ്രത്യാശയും കൊണ്ട് നിറയ്ക്കുവാൻ തക്കവണ്ണം നിന്റെ മക്കളെ സഹായിക്കുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ അഭിഷേകിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, നഷ്ടമോർക്കുന്നില്ല. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ഞാൻ ഇവിടെ നിൽക്കുന്നത് കണ്ടംപേരൂർ ഇമ്മാനുവൽ ഗോസ്ബൽ മിഷന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇരിക്കുന്നത്. ഇമ്മാനുവൽ ഗോസ്ബൽ മിഷന്റെ അനുശോചനം രേഖപ്പെടുത്തുവാനാണ് ഞാൻ ഈ സമയം നിയമിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രിയപ്പെട്ടതായ ഭവനത്തിലെ ദുഃഖത്തിലായിരിക്കുന്നതായ എല്ലാ കുടുംബാംഗങ്ങളോടും കടന്നു വന്നിരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരോടും ബന്ധുമിത്രാദികളോടും രാഷ്ട്രീയക്കാരോടും ഇടവക ജനങ്ങളോടും അയൽവാസികളോടും സ്നേഹിതരോടും കർത്താവ് നാമത്തിലുള്ളതായ എൻ്റെ സ്നേഹവന്ദനം ആദ്യമേ അറിയിക്കട്ടെ. ഈ പ്രിയപ്പെട്ടതായ ഈ സഹോദരി അല്ലെങ്കിൽ നമ്മുടെ പ്രിയങ്കരായ ടീച്ചറെ കഴിഞ്ഞ ബുധനാഴ്ച ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞ് കർത്താവ് സന്നിധിയിലേക്ക് മാറ്റപ്പെട്ടു. താൻ 82 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ചു. അധ്യാപക വൃത്തിയിലെ അനേക നാളുകളെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. നല്ല നിലയിലൊക്കെ കുഞ്ഞുങ്ങളെ ആയിട്ടുണ്ട്. അങ്ങനെയുള്ളതായ ഒരു വലിയ പ്രവർത്തനങ്ങളാണ് പ്രിയപ്പെട്ടവരെ കാഴ്ചവെച്ചത് എന്ന് ഞാൻ ഓർക്കുകയാണ്. താൻ പഠിപ്പിച്ച ഇടത്ത് നല്ല സാക്ഷികളായി ജീവിച്ചു, പ്രവർത്തിച്ചു. ഞങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെ അത് ഈ പുത്രികാരൻ്റെ ഭവനം ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ഭവനമാണ്. പ്രിയപ്പെട്ട പിതാവ് ഞങ്ങൾ പറയുന്നത് നീതിമാനായ മത്തായിച്ചനാണ്. പുത്തങ്കയാലയിലെ മത്തായിച്ചൻ്റെ മൂത്ത മകളായിട്ട് ഈ ടീച്ചറെ അത് ജനിക്കുവാൻ ദൈവം സഹായിച്ചു. വളരെ പ്രയാസങ്ങളിലും പ്രയാസം ഈ പ്രിയ സഹോദരി ഞങ്ങളുടെ ആ മിഷനിൽ നിന്ന് യാത്ര പറഞ്ഞു പോയിരിക്കുക. ഞങ്ങൾക്ക് ഇനിയും കാണുവാൻ ഈ ലോകത്തിൽ വെച്ച് സാധ്യമല്ല. ഇനിയും ഒരു ദിവസം വരുമല്ലോ അന്ന് കാണാമെന്ന പ്രത്യാശയോടെ നമുക്ക് ഇന്ന് യാത്ര അയക്കാം. ഞാൻ പല പ്രാവശ്യവും എനിക്കറിയാം പള്ളിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും അതായത് ശുശ്രൂഷയിലൊക്കെയും പങ്കുകൊള്ളുകയും ചെയ്തതായ സഹോദരി തീർച്ചയായും ഒരു അന്ത്യം വരെയും ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ ഇടയായി. പേരും ലോകത്തിലുണ്ടാക്കാതെ പ്രിയപ്പെട്ടവർ ജീവിപ്പാൻ ദൈവം സഹായിച്ചു. ഇത് നമുക്കൊരു മാതൃകയാണ്. അനേകം വഴിതെറ്റി പോകുമ്പോൾ പ്രിയപ്പെട്ട മാതൃക ഈ സഹോദരി മറ്റനേകർക്ക് ഒരു മാതൃകയായിട്ട് ജീവിപ്പാൻ ഇടയാക്കിയിരുന്നു. ആ മാതൃക ഏറ്റവും അനുകരണീയമായ ഒന്ന് തന്നെ. ശബ്ദം കേട്ടത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. എന്നാൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാരാണ് ഭാഗ്യവാന്മാർ. കർത്താവിൽ ജീവിച്ചെങ്കിൽ മാത്രമേ കർത്താവിൽ മരിക്കുവാൻ നമുക്ക് സാധ്യമാകുള്ളൂ. ഈ കർത്താവിൽ ജീവിച്ചതായ പ്രിയ സഹോദരി ഇരുന്ന കർത്താവിനോട് ചേർന്ന് അവിടെ
ആയിരിക്കാമെന്ന് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ പ്രത്യാശയാണ് നമ്മളെ ഭരിക്കുന്നത്. നമുക്കും ആ സ്ഥാനത്തേക്ക് പോകണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് യഥാർത്ഥമായ കർത്താവേ നിശ്ചിതമായി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കരുതിക്കൊണ്ട് നമ്മുടെ ആഴ്ച കഴിച്ചു കൂട്ടണം. നാം ലോകത്തിലേക്ക് ഇതിനാണ് കടന്നു വന്നിരിക്കുന്നത്. നാം വെറുതെ ഇവിടെ തിന്നു കുടിച്ച് സമ്പത്തുണ്ടാക്കി ജീവിക്കുന്നതാണോ? അല്ല പ്രിയമുള്ളവരെ, കർത്താവ് ഈ പ്രിയപ്പെട്ടതായ ഞങ്ങളുടെ ടീച്ചറെ ഉറങ്ങുകയാണ്. ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ഉറക്കമെന്ന് അറിയുന്ന പദവുള്ളൂ, മറ്റേ മരണം ക്രിസ്ത്യന്മാർക്കുള്ളതാണ്. ഈ പ്രിയ സഹോദരിയുടെ വേർപാടിലെ 2 പേരും ഇമ്മാനുവൽ ഗോസ്ബൽ മിഷനുള്ളതായ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അത് ഞങ്ങളുടെ ടീമിൻ്റെ അത് അനുസ്വജനത്തിന് പ്രത്യേകമായിട്ട് ഇതിൻ്റെ KM തോമസ് കർത്താമൂട്ടിലെ അറിയിച്ച് സമർപ്പിക്കുന്നതായിരിക്കും. ഒരു അറിയിച്ച് സമർപ്പിക്കുന്നതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ഈ ഭവനത്തെ ദൈവം മേൽക്കുമേൽ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നതായ പ്രിയപ്പെട്ട എല്ലാവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രിയപ്പെട്ട ടീച്ചറിൻ്റെ സഹോദരങ്ങൾ, സഹോദരികൾ, ചർച്ചക്കാരെ കൂടി വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. ഈ പ്രിയപ്പെട്ട ഭവനവുമായിട്ട് ചെറിയ പ്രായത്തിലെ എനിക്ക് സ്നേഹവും ബന്ധവും തൻ്റെതായിട്ടുള്ള ജീവിതം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനും ഇടവകയിലെ സേവ്യാസംഘം, സൺഡേ സ്കൂള് മുതലായി ചുമതലകളെ ഏറ്റത് വളരെ ധന്യതയോടുകൂടി അത് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും. ഒരു ദൈവദാസിയായിട്ട് ഈ ലോകത്തിൽ നിന്നും എന്നേക്കുമായിട്ട് മാറ്റപ്പെട്ടു. 2 വർഷം കൂടി ഈ തന്നെ ഈ ഭർത്താവിനെ എൻ്റെതായുള്ള ജീവിതം വളരെ ധന്യമായിരുന്നു. രഘുപതി സാർ പറഞ്ഞതുപോലെ ഒരു കന്യാസ്ത്രീയുടെ ജീവിതത്തിൻ്റെതായുള്ള ജീവിതം നയിക്കുവാനായിട്ട് ഈ വഴിയുടെ സൈഡിൽ നല്ല പേര്, സൽപ്രവൃത്തികൾക്ക് എപ്പോഴും പ്രവർത്തിപ്പാനും ജീവിപ്പാനും ടീച്ചറിനെ ഇടയാക്കുന്ന പ്രിയപ്പെട്ട ഭവനത്തിലെ കൊച്ചുമണി എൻ്റെ കൂടെ പഠിച്ചതാണ്. വളരെ സ്നേഹമുള്ള ഒരു ഗ്രൂപ്പായിട്ട് ഇന്നും പ്രിയപ്പെട്ട ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം മുമ്പേ പറഞ്ഞ ദേവദാസന്മാർ പറഞ്ഞതുപോലെ ഏറ്റവും ധന്യമായിട്ടുള്ള ഒരു ജീവിതം വിനിയോഗിക്കണമെന്ന് പ്രിയ ടീച്ചറിനെ അറിയാമായിരുന്നു. ഇതെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ ജീവിതത്തിലുള്ള നല്ല അനുഭവത്തെ മനസ്സിലാക്കി നല്ല പോലെ ഓട്ടം ചെയ്തു വിശ്വാസം കാത്തു നീതിയുടെ വിജയത്തിന് വേണ്ടി പ്രിയ കർത്താവിൻ്റെ സന്നിധാനത്തിലെ വിശ്രമിച്ച് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ധന്യമായിട്ടുള്ള ജീവിതത്തിന് പ്രിയമുള്ളവരെ മനുഷ്യൻ പോരുന്നു അവസരങ്ങളെ പാഴാക്കാൻ ജീവിക്കാനുള്ള തുക ധാരാളമായി നൽകുമെന്ന് ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാർത്തയെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്തോത്രം. നല്ല വീട്ടിൽ സ്തോത്രം പറയുന്നത് നിങ്ങൾക്ക് അത്ഭുതമായിട്ട് ഗുണമായിരിക്കും. ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എന്നെ താവുന്നതിരിക്കും. പ്രതികൂലവും അനുകൂലമായ സാഹചര്യങ്ങളിൽ ദൈവത്തെ സ്തുതിക്കും എന്ന് ദാവീദ് പറഞ്ഞു. നമുക്ക് ഈ സംഭവത്തിൽ ദൈവത്തെ സ്തുതിക്കാം. ജന്മദിവസത്തേക്കാൾ മരണ ദിവസം ഉത്തമമാണ്. ഇന്ന് പതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യത്തിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ആകയാൽ നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭം. അപ്പം മരണം ലാഭമാണ്. പരിചയമായി അതിനുശേഷം ഞാൻ ആത്മീയകൂടത്തിലായ ശേഷം ഈ വീടുമായിട്ട് വളരെ ബന്ധപ്പെട്ട് പരിചയപ്പെട്ടു.
ഞാൻ ഈ അടുത്ത ദിവസം ഈ ഭവനത്തിൽ വന്നിട്ടാണ് പോയത്. മാത്രമേ ടീച്ചറെ കാണുവാൻ ഞാൻ മാസത്തിൽ 1-2 പ്രാവശ്യം കടന്നു വന്ന് കണ്ട് പ്രാർത്ഥിച്ചു പോകുക പതിവായിരുന്നു. പരിപാലിച്ചു. അങ്ങനെ ചെറുപ്രായം വരെ ആത്മീയ ജീവിതത്തിന്റെ ബന്ധത്തിൽ വളർന്നു വന്ന പ്രിയ ടീച്ചർ ആത്മീയ ജീവിതത്തിൽ ബന്ധപ്പെട്ട കർത്താവിന്റെ ദാസി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിൽ നിലവാരം പുലർത്തി. സുഖമായി കിടപ്പിലായെങ്കിലും തന്റെ പ്രത്യാശയ്ക്ക് നഷ്ടം വന്നില്ല. അവരുടെ പ്രത്യാശ കർത്താവിന്റെ ദാസിയുടെ പ്രത്യാശ വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഈ തരത്തിൽ ഒരു ദൈവത്തിന്റെ വേർപാടുള്ള നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് റോമിലെ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ എഴുതി വീട്ടിലേക്ക് എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭം. പൗലോസ് ജീവിച്ചിരിക്കുമ്പോൾ തന്റെ ജീവിതത്തെ 2 ഭാഗമായി തിരിച്ചു. 1 ജീവിതം, 2 മരണം. ക്രിസ്തുവിൽ മരിക്കണം. എല്ലാ മരണവും ഭാഗ്യമല്ല. ക്രിസ്തുവിൽ മരിക്കുന്ന മരണം ഭാഗ്യമാണ്. ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ നോക്കുക. ക്രിസ്തുവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാർ ഉയർത്തും. ഈ മണ്ണിൽ മരണത്താൽ മാറ്റപ്പെട്ട ആയിരങ്ങൾ, 10,000-ങ്ങൾ, ലക്ഷങ്ങൾ ക്രിസ്തുവിൽ മരിച്ചിരിക്കുകയാണ്. കർത്താവായ യേശു വരുമ്പോൾ ഉയർത്തും. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ അറിയുകയും ക്രിസ്തുവിൽ മരിച്ചവരുടെ ഉയർത്തുകയും ചെയ്യും. അങ്ങനെ കർത്താവിൽ മരിച്ച സകല വിശുദ്ധന്മാർ ഉയർത്തും. ഉയർത്തുമെന്നുള്ളതിനൊരു തെളിവോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലായിരിക്കുമ്പോൾ താൻ പലപ്പോഴും കടന്നുപോയി സഹകരിക്കുന്ന വീട്ടിലെ ബഥാന്യയിലെ വീട്ടിലെ ലാസർ മരിച്ചു. 4 ദിവസമായി നാറ്റം പിടിച്ചു തുടങ്ങി. കർത്താവായ യേശു അവിടേക്ക് വന്നു. കർത്താവ് 4 ദിവസം അവിടെ 4-ാം ദിവസമാണ് വന്നത്. കർത്താവിൽ മരിക്കുന്നവർ കർത്താവിൽ മരിക്കുവാൻ 3 കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കണം. 1, കർത്താവായ യേശു ക്രിസ്തുവിൽ നാം പ്രവേശിക്കണം. ഒരു ക്രിസ്തുവിനായാലും പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി. അപ്പോൾ യേശു ക്രിസ്തുവിൽ പ്രവേശിക്കുന്ന ജീവിതത്തിന് അനുഭവം ഉണ്ടാകണം. ഗുരുനാഥൻ നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ ജീവിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രയത്നം വ്യർത്ഥമല്ല. കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരികയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ നമ്മെ തന്നെ ഏൽപ്പിക്കുകയും സമർപ്പിക്കുകയും. എന്നെ മരിക്കുന്നവരുടെ വീട്ടിലോ മരണത്തിനും എനിക്ക് അറിയാറില്ല. എൻ്റെ അപ്പനും അമ്മയും മരിച്ചത്, സഹോദരന്മാർ മരിച്ചു. ഞാൻ കരഞ്ഞില്ല. ഈ അടുത്ത സമയത്ത് ഒരു 3-4 മാസം മുമ്പ് എൻ്റെ ജ്യേഷ്ഠൻ്റെ പാസ്റ്റർ അദ്ദേഹം മരിച്ചു. ഞാൻ കരഞ്ഞില്ല. ഞാൻ പോയി ഭംഗിയോടെ പ്രസംഗിച്ചു. ഞങ്ങളെ ആശംസിച്ചുകൊണ്ട് വാക്കടിച്ചു നിൽക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. ഓട്ടം തികച്ചു സ്വർഗേവിരുദിനായി ലോകജ്ഞാനൻ ഓട്ടം തികച്ചു സ്വർഗേവിരുദിനായി എന്താണ് ഞാൻ പറയുവാൻ കാരണം, എന്നെ ഞാനാക്കിയത് ഈ മഹതിയായിരുന്നുവെന്ന് എനിക്ക് ഉറക്കെ പറയുവാനായിട്ട് കഴിയും. എന്നെ ഈ കൊച്ചിനെയൊക്കെയും പഠിപ്പിച്ചു. എന്നാൽ എന്നോട് പ്രത്യേകമായ ഒരു താല്പര്യമുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി പലപ്പോഴും ഞാൻ ഈ ഭവനത്തിൽ കടന്നു വരികയും ഞങ്ങൾ തമ്മിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം എൻ്റെ ഇംഗ്ലീഷിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തി എന്നെ നേർവഴി കാണിച്ചതായ
ഈ മഹതിയുടെ ഈ ശരീരത്തിന്റെ മുൻപാകെ ഞാൻ നമിക്കുന്നു, ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ വെറും വാക്കുകളായി പറയുകയല്ല, എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരും എൻ്റെ ശബ്ദം ഇളന്നതിൻ്റെ മുഖ്യ കാരണം PM അന്നമ്മ എന്ന് പറയുന്ന ഈ മഹതി മൂലം. തീർച്ചയായും നമുക്കറിയാം, കഴിഞ്ഞ 82 വർഷക്കാലം ഏറ്റവും മാതൃകയുള്ള ഒരു മഹതിയായി, ഒരു പക്ഷെങ്കിൽ ഇവിടെ അല്ലായിരുന്നെങ്കിൽ അവരുടെ ഇനീഷ്യൽ പറയുന്നത് പോലെ പ്രൈം മിനിസ്റ്റർ ആകുവാൻ കഴിവുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു PM അന്നമ്മ എന്ന ലേറ്റ് അന്നമ്മ ടീച്ചർ. PM എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ എന്നാണ്. എന്നാൽ ഇപ്പോൾ പ്രിയപ്പെട്ട അമ്മച്ചി ടീച്ചർ ഏറിലേക്ക് കടന്നുപോയിരിക്കുകയാണ്. പുത്തൻകയാൽ നിന്ന് പുത്തൻ ഒരു ജീവിതത്തിലേക്ക് a new life ലഭിച്ചിരിക്കുകയാണ്. അത് നമുക്ക് ഏവർക്ക് ലഭിക്കണമെങ്കിൽ നാം ഈ പ്രിയപ്പെട്ട ടീച്ചറിനെ പോലെ ജീവിച്ച് ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃക മറ്റുള്ളവർക്ക് കാണിച്ച് വെറും വാക്കുകൾ കൊണ്ടല്ല, പിന്നെയോ പ്രവൃത്തി കൊണ്ട് ജീവിതത്തിൽ കാണിക്കും. പ്രിയപ്പെട്ടവരെ, പ്രിയ അന്നമ്മ ടീച്ചർ നമ്മോട് പഠിച്ചില്ല. എന്നാൽ ആ പ്രിയപ്പെട്ട ടീച്ചർ പഠിപ്പിച്ചതായ ഓരോ വാക്കുകളും നമ്മുടെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും പോകുകയില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ ടീച്ചർ ഒരു കുറഞ്ഞ പക്ഷേ 15,000 വിദ്യാർത്ഥിനികൾ കാണും. ഒരു വലിയ സ്വത്തിന്റെ ഉടമയായിരുന്നു, അനവധി മക്കളുടെ അമ്മയായിരുന്നു. ഇതിന് മുൻപായി പ്രസ്താവിച്ച ഒരു വ്യക്തി പറഞ്ഞു, she was like a nun. nun എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെന്നല്ല. എങ്കിലും പ്രിയപ്പെട്ട അമ്മച്ചി ഒരു വലിയ പിള്ളേരെ പഠിക്കുന്ന ഒരു ബ്രണ്ണായിരുന്നു എനിക്ക് പറയുവാനായിട്ട്. ശിക്ഷണം എപ്പോഴും മനസ്സിൽ കരുതിക്കൊണ്ട് ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃക കാട്ടിക്കൊണ്ട് എന്നെ പഠിപ്പിച്ച ഈ അമ്മച്ചിയെ ഒരു പ്രാവശ്യം കൂടി ഞാൻ സ്മരിക്കുകയാണ്. മക്കളെയും കൊച്ചുമക്കളെയും, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ കൊച്ചുങ്ങളുടെ മക്കളെയും, അവരെ എല്ലാവരെയും, അമ്മണിയുടെ എല്ലാ സഹോദരന്മാരുടെയും എല്ലാവരുടെയും ദുഃഖം ദൈവം മാറ്റട്ടെ. ഈ മാതൃക പിന്തുടരാം. പ്രിയപ്പെട്ട അമ്മായിയുടെ മരണത്തിൽ ഞാൻ വളരെ എൻ്റെ കുടുംബം, അപ്പാമ്മയുടെ കുടുംബത്തിലെ ദുഃഖം ഞാൻ അറിയിക്കുകയാണ്. നിങ്ങളൊന്ന് ജനിച്ചേരുന്നു. എനിക്കിനിയും ഇവിടെ വന്ന് ഇംഗ്ലീഷ് പറയുവാനായിട്ട് ആരെങ്കിലും ഓർക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ ദുഃഖം. കാരണം എൻ്റെ ദേശത്ത് ആദ്യമായിട്ട് ഈ പ്രദേശത്ത് ഈ ഗ്രാമത്തിൽ കുഗ്രാമം ഇവിടെ ആകെപ്പാടെ ഉണ്ടായിരുന്നത് ഒരു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആളാണ്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട PM അന്നമ്മ. പിന്നെ ഉണ്ടായിരുന്ന വയറക്കുന്നിൽ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും നോയൽ മെമ്മോറിയൽ ഹൈസ്കൂളിലെ അധ്യാപികമാരായിരുന്നു. മരിക്കുന്ന അതിനവർ അമൃതോ ഗമയ, മരണമേ പോയി അമൃതമിലേക്ക് വരട്ടെ. ദൈവം തമ്പുരാൻ പ്രകൃതി പോലും അറിയാതെ കരയുന്ന ഒരവസരമാണ്. ഈ അമ്മച്ചിയുടെ സ്മരണ മുൻപിൽ ഞാൻ എൻ്റെ തലനമിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നിങ്ങളെ സമാധാനം. പ്രിയപ്പെട്ട ടീച്ചറിൻ്റെ വേർപാടിനോടുള്ള ബന്ധത്തിൽ സർവസംസ്കാര ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ നാം കൂടി വന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ട ടീച്ചറുമായി എനിക്ക് വ്യക്തിപരമായി എടുത്ത പരിചയമൊന്നുമില്ല. എന്നാൽ ടീച്ചറിൻ്റെ ഇളയ സഹോദരി അമ്മയും ആ ഭവനവും ആയിട്ടുള്ള ബന്ധത്തിലാണ് കടന്നു വരുവാനായിട്ട് ഇടയായത്. എന്നാൽ പ്രിയപ്പെട്ട ടീച്ചറിൻ്റെ ജീവിതത്തെക്കുറിച്ച്, സഹോദരങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആധ്യാത്മികമായി ജീവിച്ച് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ ആവോളം പങ്കുചേരുന്ന ഫലം അമ്മച്ചി പ്രമോഷൻ നേടി കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു എന്ന് നാം വിശ്വസിക്കുന്നു. ഇനിയും ജീവനോടിരിക്കുന്ന നമുക്ക് ചെയ്യുവാനുള്ളത് പ്രിയപ്പെട്ട അമ്മച്ചി കടന്നുപോയതായിട്ടുള്ള പാതയിലൂടെ യാത്ര ചെയ്ത്
ആ മനോഹര തുറമുഖത്ത് എത്തിച്ചേരുകയുള്ളൂ. അമ്മച്ചിയുടെ വേർപാട് ലോകപ്രകാരം മാനസികമായി വേദനിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ ഇടവകയായി പങ്കുചേരുകയും ഇടവകയുടെ പേരിലുള്ള അനുശോചനം ഞാൻ ഈ സമയത്തെ അറിയിക്കുന്നു. ഞാൻ ഈ അനുമാവയുടെ അമ്മച്ചൻ്റെ മകൻ. ദീർഘമായ 81 വർഷത്തെ ജീവിതം. 82 പറഞ്ഞു. 100-ാം ആണ്ട് കർക്കിടമാസത്തിലുള്ള ആത്മഹത്യ. ആ കർക്കിടമാവിൽ 1 മാസത്തിന്റെ ഇടവകൃഷിയില്ല. അതിജീവികളെയൊക്കെ ചിലപ്പോൾ ആ മാറ്റം കാണും. 9-ാം ക്ലാസ് കഴിഞ്ഞ് 8-ലും 9-ലും 10-ലും വീട്ടിൽ നിന്ന എൻ്റെ മാമ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കും. ഇംഗ്ലീഷ് സ്കൂളിൽ ഞങ്ങളൊക്കെ അറിവായി തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങളുടെ മൂത്ത മകളാണ്. ഞങ്ങൾ കാണുന്നത് മൂത്ത മകളെ. യാതൊരു വ്യത്യാസവും അവിടെ തന്നെ കഴിവിൽ തന്നെ ആദ്യം ജോലി കിട്ടും. അത് കഴിഞ്ഞ് ഗവൺമെന്റ് സർവീസിലെ കാഞ്ഞിരപ്പള്ളിയിലെ ഒരു 2 ആഴ്ച കൂടുമ്പോ അതിന് മാത്രമേ കണ്ടില്ലെങ്കിൽ തിരക്ക്. വെള്ളിയാഴ്ച വൈകിപ്പോയി വന്നാൽ തന്നെ ഞങ്ങളുടെ കുടുംബ സദസ്സ് സജീവം നന്നായിട്ട് പാടും. നല്ലതുപോലെ വേറെ ദിവസം അറിയാം. നുറുങ്ങുന്ന കൊച്ചു കഥകളും പോയ ആ 2 ആഴ്ചകളിലെ അനുഭവം, മറ്റു സ്ഥലത്ത് പോയി താമസിച്ചെടുത്ത് ജീവിതാനുഭവങ്ങളും ഒക്കെ പറഞ്ഞ് ആ കുടുംബ സദസ്സ് എന്നും സന്തോഷം കൊണ്ട് വളർന്നു. അങ്ങനെ അന്ന് ഇന്നും മൂത്ത് വന്നത് മറ്റു വ്യത്യാസവും ദൈവം കൊടുത്ത ചാനൽ. ആ ചാനലിൽ കൂടെ അണുവിടെ പറയാതെ ഏത് ചാനൽ ദൈവം കൊടുത്തോ ഒരു അണുപോലും പറയാതെ ഈ വർഷം മുഴുവൻ മാതൃകയായിട്ട് ജീവിക്കാൻ കഴിഞ്ഞുള്ളതോർക്കുമ്പോ നിങ്ങൾക്ക് അനുമാനെ സംബന്ധിച്ച് അഭിമാനം കാര്യവും ജീവിതത്തെ മറ്റുള്ളവർക്ക് വേണ്ടി കരുതി ജീവിച്ചാൽ ഞങ്ങളെയൊക്കെ ജീവിതം കൊണ്ട് ചെന്നെത്താവുന്ന ഞങ്ങൾ കരുതുന്നില്ല. അതൊരു പ്രതീക്ഷയാണ്. പക്ഷേ 100% ഉറപ്പ് അനുമാനെ സംബന്ധിച്ചോളം ഞാൻ ഉൾപ്പെടെയുണ്ട്. പാസ്റ്റർ രാജു 2 മിനിറ്റ് സംസാരിക്കും. ായിട്ട് ചിലവരെ കാണുകയും ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ പാഠങ്ങൾ മനസ്സിലാക്കി ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരാഗ്രതയുള്ള ഒരു മാതൃഹൃദയം ഈ മാതാവിനുണ്ടായി. നമ്മുടെ ഇറങ്ങിയുടെ നേടുമ്പോഴത്തേക്ക് ഇറങ്ങി ഈ ഭവനത്തിൻ്റെ ഒരു വിളക്ക് വിട്ടുപോയല്ലോ. ഇവിടെ കയറി വരുമ്പോൾ ഈ അമ്മച്ചിയുടെ വാക്കുകൾ ആ സംസാരങ്ങളൊക്കെ എൻ്റെ ഹൃദയത്തിലൂടെ എപ്പോഴും ഇങ്ങനെ തിളച്ചു വരികയായിരുന്നു. വിലാപത്തിൽ കഴിയുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ എൻ്റെ ഈ വചനങ്ങളെ കൊണ്ട് അന്യമന്യം ആശിച്ചു കൊള്ളണമെന്നാണ്. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു എന്ന്. അതുകൊണ്ട് ഇന്ന് നമ്മളെ വിട്ട് കർത്താവിൽ മറഞ്ഞിരിക്കുന്ന പ്രിയ അമ്മച്ചിയുടെ ആത്മാവ് സ്വർഗ്ഗത്തിൽ മറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ കരയേണ്ട, ഇനിയും കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയും അന്ന് ക്രിസ്തുവിൽ മരിച്ചവര് മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എല്ലാവരും കർത്താവിനെ എതിരേൽപ്പാൻ ആകാശ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നമ്മളെപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും.
ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യമന്യം ആശ്വസിച്ചു കൊള്ളുകയും എന്ന ദൈവത്തിന്റെ വചനം നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നു. ക്രിസ്തുവിൽ വളരെ പ്രത്യാശയോടെ ജീവിച്ചു അനേകർക്ക് മാതൃക പകർന്ന ഒരു നല്ല മാതാവാണ്. ഈ അമ്മച്ചിയും അനേക കാര്യങ്ങൾ ഈ കുടുംബത്തിലെ തലമുറകൾ മുഴുവൻ പഠിച്ചിട്ടുണ്ട്. അനേക തകർന്ന ഹൃദയങ്ങളുടെ മുറിവ് കെട്ടുവാൻ ഈ അമ്മച്ചിയുടെ വാക്ക് നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. അവിടെ വെച്ച് നമുക്ക് ഒരുമിച്ച് കാണാമെന്നുള്ള ഭാവി പ്രത്യാശ കൊണ്ട് ഈ അമ്മച്ചി ഇന്ന് വിലാപത്തോടുകൂടി ഇവിടെ യാത്ര അയക്കുകയാണ്. അതുകൊണ്ട് ഈ കുടുംബത്തോട് ബന്ധപ്പെട്ട എല്ലാ ബന്ധുക്കളായി ചാർച്ചക്കാരെ എല്ലാവരെയും സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവ സമാധാനം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മച്ചിക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ അഗാധമായ അനുശോചനം ഈ സമയത്ത് അർപ്പിക്കുകയാണ്. ദൈവം നമ്മളെ എല്ലാവരെയും ക്രിസ്തുയേശുവിൽ ആശ്വസിപ്പിക്കുന്നതാകട്ടെ. ദുഃഖസാന്ദ്രമായിരിക്കുന്ന ഈ അന്തരീക്ഷത്തില് ഈ പ്രിയ ഭാഗത്തോട് ചേർന്ന് എനിക്കും കടന്നു വന്ന ദുഃഖം രേഖപ്പെടുത്തുവാൻ സുഹൃത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിലും വലിയ ഒരു ദുഃഖത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ എൻ്റെ 45 വയസ്സുള്ള ഒരു മഹേന്ദ്രവനെ പെട്ടെന്ന് ബാംഗ്ലൂരിൽ ഹൃദയസ്ഥം ദുഃഖത്തിലാണ് ഞാനായിരിക്കുന്നത്. അതുകൊണ്ട് ദുഃഖം എന്താണ് എന്നുള്ളത് എല്ലാവരെയും പോലും എനിക്കും അറിയാം. ഞാനിവിടെ ആയിരിക്കുന്നത് ഇവിടുത്തെ ഈ പ്രിയ മാതാവിൻ്റെ സഹോദരി പ്രിയ നിയമമ്മ സമർപ്പിച്ചതും പ്രധാന ദുഃഖത്തെ ശുദ്ധിയോട് വരുന്ന ഒരു ദിവസം അന്ന് ക്രിസ്തുവിൽ മരിച്ചത് ഞാൻ പിന്നെ പറയട്ടെ, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർന്നു ദിവസം ക്രിസ്തുവിനായി ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തര പ്രാപിക്കുന്ന ദിവസമുണ്ട്. ആ ഒരു വലിയ പ്രത്യാശ നമ്മെ എല്ലാവരെയും ഇന്ന് പകൽക്കാലം സഹായിക്കുമാറാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എല്ലാവരോടുള്ള എൻ്റെ ദുഃഖവും ഈ കുടുംബത്തിലുള്ള എല്ലാവരോടും എല്ലാ ദുഃഖവും കുടുംബത്തിൻ്റെ നാമത്തിൽ എൻ്റെ വ്യക്തിപരമായ നാമത്തിൽ അറിയിച്ചുകൊണ്ട് വാക്കടിച്ചു ദൈവം എല്ലാവരെയും സഹായിക്കും.